ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. നമ്മുടെ ഫോൺ തുറന്നു കഴിഞ്ഞാൽ പരസ്യത്തോട് പരസ്യമാണ്. ഏതൊരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, ഒരു ആപ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലാത്തിലും പരസ്യം തന്നെയാണ്. ഞാനിതിന് മുൻപ് പല വീഡിയോസും ചെയ്തിട്ടുണ്ട്, പരസ്യം നമുക്ക് മാക്സിമം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത്. എങ്കിലും നമുക്ക് പല ആളുകളും പറയുന്നുണ്ട് പരസ്യം കുറെ ഒഴിവായിട്ടുണ്ട്, ചില ആളുകൾ പറഞ്ഞു പിന്നെയും പരസ്യം വരുന്നുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സെർച്ച് ചെയ്ത റിസൾട്ടിനനുസരിച്ചിട്ടാണ് പിന്നെയും പരസ്യം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങൾ സാധാരണ നിങ്ങളുടെ ഫോണിൽ 99% ആൾക്കാരും സെർച്ച് ചെയ്യുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഗൂഗിൾ ക്രോം ബ്രൗസറിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അതില്ലെങ്കിൽ അതിലൊരു സെർച്ച് വേർഡ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടോ ഇതെല്ലാം നമ്മുടെ സൈറ്റിൽ അവിടെ സേവ്ഡ് ആണ്. അത് പല വെബ്സൈറ്റിലേക്കും അവർ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഇന്ന വ്യക്തി, അതായത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ന സാധനത്തിന് വേണ്ടി സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നീട് നിങ്ങൾ എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്താലും, നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും, വേറെ ഏതെങ്കിലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താലും, അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു ലാപ്ടോപ്പാണ് നിങ്ങൾ സെർച്ച് ചെയ്തതെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഓൺ ചെയ്യുമ്പോഴേക്ക് പിന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. അപ്പോൾ അതെങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന വെബ്സൈറ്റുകൾ അറിയുന്നത് എന്നുള്ളതും ഇതിനുള്ള അവസരം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം അത് എങ്ങനെയാണ് ഓഫ് ചെയ്യുക എന്നുള്ളത് ഇനി വരാതിരിക്കാൻ 100% അല്ല, ഒരു പകുതിയോളം നമുക്ക് പരസ്യങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗ്ഗം എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ലൈക്കും, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെ ഗൂഗിൾ ക്രോം ബ്രൗസർ നമുക്ക് കാണുന്നുണ്ട് അല്ലേ. 90% ആളുകൾ ഉപയോഗിക്കുന്നത് ഗൂഗിൾ ക്രോം ബ്രൗസർ തന്നെയാണ്. ആ ബ്രൗസറിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഒരു ഫ്രിഡ്ജ് സെർച്ച് ചെയ്യാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നാലേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. പലരും മുഴുവൻ കാണാതെ അവസാനം ഇതില്ല അത് മനസ്സിലാവുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് ഫുൾ ലെങ്ത് തന്നെ വീഡിയോ കാണുക. ഇവിടെ നമ്മൾ ഫ്രിഡ്ജ് നമ്മളത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്തു. അപ്പം പല ടൈപ്പ് ഫ്രിഡ്ജുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് ബാക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ അടുത്ത വാഷിംഗ് മെഷീൻ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഇപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോൺ ഇതൊക്കെ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, വാഷിംഗ് മെഷീൻ ഒന്ന് സെർച്ച് ചെയ്താൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വാഷിംഗ് മെഷീൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നിങ്ങൾ ഇവിടുന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിൽ, ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ അത് റീഡയറക്ട് ചെയ്ത് പോകുന്നത് മറ്റൊരു സൈറ്റിലേക്ക്, അതായത് ഫ്ലിപ്കാർട്ടിലേക്ക് അല്ലെങ്കിൽ ആമസോണിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം വ്യക്തമാണ്. ഒരു സൈറ്റിൽ നിന്ന് വേറെ സൈറ്റിലേക്ക് കാര്യങ്ങളെല്ലാം പോകുന്നുണ്ടെന്നുള്ള കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഗൂഗിളിൻ്റെ ഹോം പേജിൽ പ്രൊഫൈൽ ഐക്കണിൻ്റെ തൊട്ട മുകളിലുള്ള 3 ഡോട്ട്സ് കാണുന്നുണ്ടല്ലോ, ആ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്രൊഫൈൽ ഐക്കണിൻ്റെ മുകളിൽ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഒരു വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിങ്സ് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. ആ സെറ്റിങ്സിൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ, അതിൽ നമുക്കൊന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ കാണാം സെൻഡ് എ ഡു നോട്ട് ട്രാക്ക് എന്നുള്ളൊരു കാര്യം. അത് ഓഫാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം അത് ഓഫായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അതാണ് നമ്മുടെ മെയിൻ ട്രിക്ക്. അതായത് ഈ ഓഫ് ചെയ്തിരിക്കുന്ന സാധനം, അതിൻ്റെ താഴെ നിങ്ങളൊന്ന് വായിച്ചു നോക്കും. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ഓഫായി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു കോപ്പി അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മറ്റുള്ള വെബ്സൈറ്റുകളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടെന്നുള്ള കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇതേപോലുള്ള നമ്മൾ സെർച്ച് ചെയ്യുന്നതിനനുസരിച്ചുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പരസ്യങ്ങളും പിന്നീട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതെന്ത് ചെയ്യുക, ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. അതായത് നമ്മളൊരു ഫോണാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചതെങ്കിൽ നമ്മളത് സെർച്ച് ചെയ്തു, നമ്മൾ പിറ്റേന്ന് വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഒരാഴ്ചയോളം നമുക്ക് പിന്നെയും പരസ്യം തന്നെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഓൺ. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നിങ്ങളുടെ സെർച്ച് ചെയ്യുന്ന വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ എന്തിലും നമ്മൾ നോക്കുന്ന സമയത്തും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം വരുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്ത് വെക്കുന്നത് വഴി, ഡു നോട്ട് ട്രാക്ക് എന്നുള്ള കാര്യം ഓൺ ചെയ്ത് വെക്കുന്ന വഴി നമുക്ക് മാക്സിമം പരസ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 100% എന്നല്ല പറഞ്ഞത്, മാക്സിമം പരസ്യങ്ങൾ. അതായത് നമ്മൾ ഇതുപോലുള്ള നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഡു നോട്ട് ട്രാക്ക് എന്നുള്ളത് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് മൊത്തം ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.